എല്ലാവർക്കും നമസ്കാരം. ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം. നമ്മളൊരു ക്യാൻസർ പേഷ്യൻ്റ് ഒരു തവണ ഒരു ഓൺകോളജി സെൻറ്ററിൽ വന്നാൽ അവർ സർജനെ കാണിക്കാൻ പറയുന്നു, റേഡിയേഷൻ ഡോക്ടറെ കാണിക്കാൻ പറയുന്നു, മെഡിക്കൽ ഡോക്ടറെ കാണിക്കാൻ പറയുന്നു, അതിൻ്റെ പുറമെ പാലിയേറ്റീവിൻ്റെ ഡോക്ടറെ കാണിക്കാൻ പറയുന്നു, ചില സമയത്ത് റേഡിയോളജിയെ കാണാൻ പറയും, പെറ്റ് സ്കാൻ ഡോക്ടറെ അടുത്ത് പോകാൻ പറയും. അപ്പോൾ ഇത് കാരണം എൻ്റെ രോഗികൾക്ക് വളരെ സങ്കടമാണ്. സാറിൻ്റെ അടുത്ത് ഞാൻ അത്രയും കാത്തു നിന്നു, അതിനുശേഷം മറ്റു ഡോക്ടറെ കാണണം, പിന്നെ ഈ ഡോക്ടറെ കാണണം. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഡോക്ടർമാരെ കാണണം? സാർക്ക് തന്നെ എന്താ ഒറ്റയ്ക്ക് എല്ലാം തീരുമാനിച്ചാൽ? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കൺസൾട്ടേഷൻ അഥവാ ടീം വർക്ക്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൺകോളജി എന്ന് പറഞ്ഞ വിഷയം പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത് മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച് വേണമെന്നാണ്. MDT എന്നാണ് അതിൻ്റെ പേര്, മൾട്ടി ഡിസിപ്ലിനറി ടീം വർക്ക്. അപ്പോൾ MDTയിലൂടെ ഡിസ്കസ് ചെയ്യാതെ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിച്ചാൽ, എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന മാതിരി ഞാൻ ചികിത്സിച്ചാൽ അതിൻ്റെ ഔട്ട്കം മോശമാണെന്ന് പഠനങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്ക ക്യാൻസർ രോഗികൾക്കും ഞാൻ ഈ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെൻറ്റും വേണ്ടി വന്നേക്കാം. ചിലർക്ക് സർജറിയും കീമോ മാത്രമായിരിക്കാം, ചിലപ്പോൾ റേഡിയേഷൻ വേണ്ടി വരും, ചിലപ്പോൾ ആൻറ്റിബോഡി വേണ്ടി വരും, ചില സമയത്ത് ഈ പെറ്റ് സ്കാൻ ഡോക്ടർമാരുടെ റേഡിയോ ഐഡി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, ചില സമയത്ത് റേഡിയോളജി ഡോക്ടറുടെ സഹായം വേണം, ഭൂരിഭാഗം പേർക്കും പെത്തോളജി ഡോക്ടർമാരുടെ സഹായം വേണം റിപ്പോർട്ടുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കൺസൾട്ടേഷൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പുതിയ രോഗി വന്നാൽ നമ്മുടെ ഒരു ഫ്ലോ എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ കണ്ടാൽ ഒരു സ്ഥാനാർബുദമാണെന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ സർജനെ കാണും, എനിക്കൊരു സ്റ്റേജിൻ്റെ ഒരു ധാരണയുണ്ടാവും, സർജനും കാണും, എന്നിട്ട് ഞാനും സർജനും ഡിസ്കസ് ചെയ്യും. നമ്മുടെ സ്കാൻസ് ഡോക്ടർ കണ്ടിട്ട് സ്കാനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് ഇരിക്കുന്ന പരിചയ പേരാണ് ട്യൂമർ ബോർഡ് അല്ലെങ്കിൽ MDT എന്ന് പറയും. അപ്പോൾ ആ പെത്തോളജി ഡോക്ടർ ആ ബയോപ്സിയുടെ സ്ലൈഡ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഇതിനെ വിശകലനം ചെയ്ത് ഏത് സ്റ്റേജിലാണെന്നും എത്രത്തോളം തീവ്രമായിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുക. അല്ലാതെ എല്ലാവർക്കും സർജറി ചെയ്യൂ, കീമോ ചെയ്യൂ, റേഡിയേഷൻ ചെയ്യൂ, അങ്ങനെയല്ല ട്രീറ്റ്മെൻറ്റ്. അത് ചില രോഗികൾക്ക് നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് ആരംഭിക്കുക, ചില രോഗികൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുക, ചിലർക്ക് ഇഞ്ചക്ഷനേ വേണ്ടി വരില്ലായിരിക്കും, അത്രയും ലോ ഗ്രേഡ് ആയിരിക്കാം. അപ്പോൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ് അല്ലെങ്കിൽ MDT എന്ന് പറഞ്ഞത് ഒരു അവിഭാജ്യ ഘടകമാണ് ഓൺകോളജി. അതില്ലാതെ ചികിത്സിച്ചാൽ ക്യാൻസറിൻ്റെ ക്യൂർ റേറ്റ് കുറവാണ്. ഇതിൻ്റെ പുറമെ 3 പേരുടെ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം രോഗിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ മടിക്കണ്ട. ആ ഡോക്ടറെ കാണാൻ പറഞ്ഞു, ഈ ഡോക്ടറെ കാണാൻ പറഞ്ഞു, അതനുസരിച്ചിട്ടാണ് ഓൺകോളജിയിൽ സാധാരണയായിട്ട് ചികിത്സ തീരുമാനിക്കാറ്. മിക്ക രോഗികൾക്കും ഒരു ക്യാൻസർ ചികിത്സ ചെയ്യുന്നതിൻ്റെ മുമ്പേ, ഇപ്പോൾ സർജറി ആവാം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ചികിത്സയാവാം, അപ്പോൾ അതിൻ്റെ മുമ്പേ ബാക്കിയുള്ള അവയവങ്ങളുടെയൊക്കെ ഫിറ്റ്നസ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഈ ഹാർട്ടിൻ്റെ ഡോക്ടർ, കാർഡിയോളജിസ്റ്റിനെ കാണാൻ പറയും. ഭൂരിഭാഗം പേർക്കും കീമോ എടുക്കുന്നതിന് മുമ്പ് എക്കോ വേണ്ടി വരും, അല്ലെങ്കിൽ ചിലർക്ക് പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ ശ്വാസകോശ ഡോക്ടറെ കണ്ടിട്ട് ഊതുന്ന ടെസ്റ്റ് വേണ്ടി വരും. ചിലപ്പോൾ എൻഡോസ്കോപ്പിക്ക് വേണ്ടി ഗ്യാസ്ട്രോ ഡോക്ടറെ കാണാൻ പറയും. ഇതിൻ്റെയൊക്കെ പുറമെ മാനസികമായിട്ടുള്ള വല്ല ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ സൈക്കാട്രി ഡോക്ടറെ കാണാൻ പറയും, അല്ലെങ്കിൽ സൈക്കോ ഓൺകോളജി എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ നിങ്ങളെ സഹായിക്കാനുണ്ടാവും. അപ്പോൾ ഈ ഡോക്ടർമാരെയൊക്കെ ചില സമയത്ത് കാണേണ്ടി വരാറുണ്ട്. കാരണം ഇതൊക്കെ വെച്ചതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഈ അഭിപ്രായങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് ഒരു രോഗിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ നമ്മൾ തീരുമാനിക്കാറ്. താങ്ക് യു.